Hi guys, good morning. Welcome to another beautiful day and a beautiful vlog. അങ്ങനെ നമ്മുടെ മലേഷ്യൻ ട്രിപ്പ് തുടങ്ങുവാണ്. അതേപോലെ തന്നെ ഫ്ലൈറ്റ് 4 അവർ ഡിലേ. സോ ഞങ്ങളത് അനുസരിച്ചാണ് ഇറങ്ങിയത്. നമുക്ക് നേരത്തെ മെസ്സേജ് വന്നു, നമ്മുടെ ഇതാണ് മൈക്രോസോഫ്റ്റ് ഡൗൺ ആയത്. 4 മണിക്കൂർ ഡിലേ ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് എനിക്ക് തോന്നുന്നു നമുക്ക് ഇന്ത്യൻസിന് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് പോകാൻ പറ്റിയ സ്ഥലം മലേഷ്യയാണ്. സോ അതിൻ്റെ പ്രൊസീജിയേഴ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ വീസ വേണ്ട, ഒരു ഡിജിറ്റൽ അറൈവൽ ഫോം എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് മാത്രം നമ്മൾ ഫില്ല് ചെയ്യുക. ട്രാവൽ ഏജൻറ്റ് ഒന്നും ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹോട്ടൽ ബുക്കിങ്സും പോകുന്നതും വരുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് ഇതിൻ്റെയൊക്കെ കോപ്പി കയ്യിൽ വെക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ കൊച്ചിൻ എയർപോർട്ടിൽ വന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞ 4 ഡോക്യുമെൻറ്റ്സ് കാണിക്കുക. അതോടെ നമ്മുടെ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞ് ബോർഡിംഗ് പാസ് കിട്ടി ഞങ്ങൾ അകത്ത് കയറി. നമ്മുടെ ഏറ്റവും ഹാപ്പി ട്രാവലർ ഇന്ന് ഒരു ഭയങ്കര ടീഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. കാണിച്ചു അനങ്ങാതേക്ക് മമ്മിക്ക് ജാൻ. ആൻഡ് എവിടെയാ മമ്മി? മമ്മിക്ക് ജാനിന് പ്രിയ അറിഞ്ഞുകൊണ്ട് ഇടിപ്പിച്ചാണ്. ഇത്രയൊക്കെ റെഡിയായാൽ മതി. മമ്മി പാപ്പ വെൽക്കം ടു മലേഷ്യൻ ട്രിപ്പ്. പൊളിക്കണം കേട്ടാ. നമുക്ക് ശരവണ പോണ്ടേ? എന്ത് മാവനായിരുന്നു മാറ്റി നമ്മള് സിംഗപ്പൂർ പോയിട്ട്? മമ്മിയുടെ റിലേറ്റീവിന്റെ ഒരു ഹോട്ടൽ സിംഗപ്പൂർ ഉണ്ടായിരുന്നല്ലോ. കോമള വിലാസ്. നമുക്ക് അത് തപ്പി മലേഷ്യയിൽ പോകണം. ഡാഡി ഷർട്ട്സ് 7 ഷർട്ട് ഉണ്ടോ? 7 ഷർട്ട് ഉണ്ടോ? അപ്പൊ ഷർട്ട് ഇട്ടും ഡാഡി വിളിക്കും. അപ്പൊ ഫ്ലൈറ്റ് 4 മണിക്കൂർ ഡിലേ ആണെന്ന് അറിയാലോ. അതുകൊണ്ട് എന്റെ വക എല്ലാവർക്കും ഒരു ജ്യൂസ് ഉണ്ട്. ഞാനല്ല കേട്ടോ, മലിന്റെ അവര് പറഞ്ഞതാ. അവര് പറഞ്ഞതാ ആ ഗേറ്റിന്റെ അവിടെ പോയി കഴിഞ്ഞാൽ റിഫ്രഷ്മെന്റ് തരാമെന്ന്. നമ്മുടെ ഫ്ലൈറ്റിന്റെ ആൾക്കാര് ഡിലേ ആയതുകൊണ്ട് വെറുതെ അവിടെ പോയി ടോക്കൺ നമ്മുടെ ബോർഡിംഗ് പാസ് കാണിച്ചാൽ മതി. അപ്പൊ ഒരു ജ്യൂസ് കിട്ടും. ഡാഡിക്ക് ഹാപ്പിയായി. ഇപ്പൊ ഇനി ലോഞ്ചിൽ കയറാൻ ഭയങ്കര പാടാ. കുറച്ച് കാർഡ്സേ എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ലോഞ്ചിൽ കയറാൻ പറ്റുമോ ഇല്ലയോ എന്ന്. പ്രിയക്ക് ഒരു ഭയങ്കര പ്രീമിയം കാർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടാ. അതുകൊണ്ട് ഭയങ്കര ചാടയാ ഇപ്പൊ. എയർപോർട്ട് വേറെ ലെവലായിട്ടാ. എന്തോരം ഫുഡിന്റെ ഓപ്ഷൻസ്. എക്സ്പെൻസീവ് ആണെങ്കിൽ പോലും ഇതൊരു അമേരിക്കൻ ഡൈനർ പോലത്തെ പുതിയതായത് ഉറപ്പാ. സ്ലൈസ് ഹൗസ്, പെപ്പറോണി, കോൾഡ് കോഫീസ്, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ അടിപൊളിയായിട്ടില്ല. ശരിക്കും ഒരു അമേരിക്കൻ ഡൈനർ പോലെ. അവരുടെ ഫ്രീ റിഫ്രഷ്മെന്റ്. ഞാൻ വെച്ചാൽ ജ്യൂസ് മാത്രമേ ഉള്ളൂ. എന്താന്ന് എനിക്കറിയില്ല. നോക്ക്, അത് കൊള്ളാം അല്ലേ? അവർ അറ്റ്ലീസ്റ്റ് ഇത്രയും തരുന്നില്ലേ? എന്താ അത്? ഓ, ഇതൊരു ഫ്ലൈറ്റിൽ കിട്ടുന്ന പോലെ ഉണ്ടല്ലോ അല്ലേ? വെള്ളം, സാലഡ്, ഫുഡ് എന്താ ഒന്ന് തുറന്നു നോക്ക്. എന്തൊക്കെയാണെങ്കിലും ഇത്രയും തന്നല്ലോ. സാലഡ്, പ്ലെയിൻ റൈസ്, പനീർ കറി, വാട്ടർ, പായസം, സാലഡ്, ഇത്രയെങ്കിലും തന്നല്ലോ. ബാക്കിയൊക്കെ ചിലപ്പോൾ ഞാൻ ഇൻഡിഗോൻ്റെ ഒക്കെ കേട്ടിട്ടുണ്ട് വെള്ളം പോലും ചിലപ്പോൾ കിട്ടില്ല എന്ന്. കുക്കുംബർ ഗൈസ്. ഞങ്ങൾ ഇവിടുന്ന് ഇത് കയറാൻ പോകുന്ന ഫ്ലൈറ്റിൽ 3:30 കറക്റ്റായിട്ട് ഭാഗ്യത്തിന്. ഇനിയിപ്പോൾ വേറെ ഡിലേ ഒന്നും ഇല്ല. സോ ഇനി ബാക്കിയുള്ള പ്രൊസീജിയേഴ്സൊക്കെ മലേഷ്യയിൽ എത്തിയിട്ട് കാണാം. അത് കഴിഞ്ഞിട്ട് കോലാലംപൂരിൽ എത്തിയിട്ട് അവിടെ നിന്ന് റെൻ്റ് കാർ എടുത്ത് ഞാൻ മലയാളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ആ ഒരു സ്ഥലത്തെ വ്ളോഗ്. നമ്മുടെ ഒരു മൂന്നാർ എന്നൊക്കെ ഒരു രീതി, നമുക്ക് എങ്ങനെയാണ് മൂന്നാർ, അവർക്ക് അങ്ങനത്തെ ഒരു സ്ഥലം തന്നെയാണ്. ടീ ഗാർഡൻസ് ഉള്ള ഒരു ബ്യൂട്ടിഫുൾ സ്ഥലത്തേക്കാണ് നമ്മുടെ ഫസ്റ്റ് യാത്ര. ഉടനെ നോക്ക്, സമയം 3:15. ഒരു ഫസ്സും ഇല്ല. അമ്മ ഹെഡ്ഫോൺസ് ഇപ്പം ഭാഗ്യത്തിന് ഇപ്പം റെഗുലർലി വെക്കുന്നുണ്ട്. അതുകൊണ്ട് ചെവി വേനയും വരില്ല, പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നോളൂ. അത് ഞങ്ങൾക്ക് വലിയൊരു ബ്ലെസ്സിങ് ആട്ടെ. ട്രാവൽ ചെയ്യുമ്പോൾ കുട്ടികൾ ഇങ്ങനത്തെ നോയ്സ് ക്യാൻസലേഷൻ ഉള്ള ഹെഡ്ഫോൺസ് വെച്ച് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ചെവി വേന ഭയങ്കരമായിട്ട് കുറയും. ആ ലൈനൊക്കെ നിൽക്കണം അങ്ങോട്ടെ. ഇത് മലിൻഡോൻ്റെ ബിസിനസ് ക്ലാസ് സീറ്റ്സ് ആണ്. ആരും എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. ഫുൾ കാലിയാണ്. പക്ഷെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് ഫുള്ളായിട്ട് ബെഡൊന്നും ആയില്ലെങ്കിലും ഒരു ഡിഫറൻഷിയേഷൻ ഉണ്ട്. നല്ല വീതിയുള്ള നല്ല അടിപൊളി ബിസിനസ് ക്ലാസ് ആണ്. ഒരു 4 hours നല്ലൊരു സെറ്റപ്പാണ്. അത് മാത്രമല്ല ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഇവരുടെ ഇക്കോണമി ക്ലാസ്സും കുറച്ചും കൂടെ ക്ലാസ്സി സീറ്റിൻ്റെ ഒക്കെ ലെഗ് സ്പേസ് ഒക്കെ കൂടുതലായിട്ടുണ്ട്. നമ്മുടെ സീറ്റ് ബാക്കിലാണോ എന്ന് നോക്കാം. ഇത് കമ്പയർഡ് ടു എയർ ഏഷ്യ കുറച്ചും കൂടെ ഒരു എന്താ പറയുക ലക്ഷറിയസ് ഫീലിംഗ് കിട്ടുന്നുണ്ട്. റേറ്റും മലേഷ്യയിലേക്ക് വലിയ കൂടുതലല്ല. ഇതിൻ്റെ ലഗേജ് കോസ്റ്റും ഇതിലാണ് കുറവ്. ഇതിൽ TV ഒക്കെ ഉണ്ട്, പക്ഷേ വെറുതെ പേരിതാന്ന് തോന്നുന്നു. എന്നാലും ഭയങ്കര സ്പേഷ്യസ് ആയിട്ട് എയർ ഏഷ്യൻ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നല്ല സ്പേഷ്യസ് ആണ്. അതുപോലെ തന്നെ സീറ്റ്സിൻ്റെ ഒക്കെ വീതിയും കുറച്ചും കൂടെ കൂടുതലാണ്. ഞാൻ മലിൻഡോ എയറാണ് ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യുന്നത് ടു ഗോ ടു മലേഷ്യ. നല്ല ഫ്ലൈറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ് പറ. നമുക്ക് രാവിലെ കാണാം. ഓൾഡാണ്, വർക്ക് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്. രാവിലെ സൺറൈസ് തൊട്ട് കാണാം. ഹായ് ഗായ്സ്, സോ വെൽക്കം ടു മലേഷ്യ കോലാലംപൂർ. നമ്മൾ ടെർമിനൽ 1 ലാൻഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പം
11 മണി ഏകദേശം. ഭയങ്കര പ്ലാൻസ് എല്ലാം തെറ്റിപ്പോയി. നമ്മൾ ശരിക്കും ഇവിടെ ഒരു 7 മണിക്ക് ലാൻഡ് ചെയ്യുന്നതായിരുന്നു. എന്നാലും 11 o'clock ആയി ലാൻഡ് ചെയ്തപ്പോൾ ഫ്ലൈറ്റ് നല്ല കംഫർട്ടബിൾ ആയിരുന്നു. നല്ല രീതിയിലൊക്കെ ഉറങ്ങി. ഇനി ഇവിടുന്ന് ലഗേജ് എടുത്തിട്ട് ഇവിടുത്തെ നമ്മൾ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ടെന്നുള്ളതൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നതായിരിക്കും. എയർപോർട്ട് നല്ല അടിപൊളിയാണ്. ഇവിടെ ഫുഡ് കോർട്ട് ഉണ്ട്. ഞങ്ങൾ മിക്കവാറും അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ടായിരിക്കും ഇവിടെ ഇറങ്ങുന്നത്. അല്ലാതെ ചെറിയ ചെറിയ കൗണ്ടേഴ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ വെൻഡിങ് മെഷീൻസ് ഉണ്ട്. സോ ഫുഡിനൊക്കെ ഇഷ്ടംമാതിരി ഓപ്ഷൻസ് ഉണ്ട് അറൈവൽ ഹാളിൽ തന്നെ. നല്ല കിടിലൻ എയർപോർട്ട് അല്ലേ ഗൈസ്. വൺ ഓഫ് ദ മോസ്റ്റ് ഏറ്റവും സൗകര്യപ്പെട്ട ഒരു എമിഗ്രേഷൻ ആയിരുന്നു. നമ്മൾ ഡിജിറ്റൽ അറൈവൽ ഫോം ഫില്ല് ചെയ്യും. ഞാനും ഡാഡിയും പോയപ്പോൾ അവരതൊന്നും ചോദിച്ചില്ല. എത്ര ദിവസം ഉണ്ടെന്ന് ചോദിച്ചു. ഒരു മാക്സിമം ഒരു 10 seconds പ്രിയനോടും മമ്മീനോടും ചോദിച്ചു. അപ്പോൾ ഞാൻ സൈഡിലുണ്ടായിരുന്നു. ഡിജിറ്റൽ അറൈവൽ ഫോം ഉണ്ടോയെന്ന്. ഞാൻ ഉണ്ട്, കാണിക്കാൻ ഒന്നും പറഞ്ഞില്ല. പക്ഷേ നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് തന്നെ വരും കേട്ടോ. ആൻഡ് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ആൻഡ് വെരി കാം, വെരി പ്ലസൻറ്റ്, അടിപൊളി എമിഗ്രേഷൻ ഓഫീസേഴ്സ്. നമുക്ക് ബാംഗ്ലൂരിൽ പോയി ഇറങ്ങുന്നതിനെ കാട്ടി എളുപ്പമാണ് മലേഷ്യയിൽ വരാൻ. സോ വേറെ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. ഞാൻ വീഡിയോയിൽ പറഞ്ഞ കുറച്ച് ആദ്യമേ കാണിച്ച പ്രൊസീജിയേഴ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇറ്റ്സ് വെരി ഈസി. സ്വന്തമായിട്ട് ട്രാവൽ ചെയ്യാൻ വളരെ എളുപ്പമുള്ള സ്ഥലമാണ്. ഇനി ഞാൻ ഇവിടെ നിന്ന് എങ്ങനെയാണ് നമുക്ക് സിറ്റിയിലേക്ക് പോകേണ്ടത് നോക്കാം. ഞാൻ റെൻ്റ് കാർ എടുക്കുന്നത്, പക്ഷേ സിറ്റിയിലേക്ക് എങ്ങനെയാണ് പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ബാഗേജ് കൗണ്ടർ ഉണ്ട്. നമ്മൾ എമിഗ്രേഷൻ കഴിഞ്ഞ് ലഗേജ് എടുക്കാൻ വരുമല്ലോ, അവിടെ നമുക്ക് ഈ F കൗണ്ടറിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ട്രെയിനിൻ്റെ ടിക്കറ്റ് ഉണ്ട്. നമുക്ക് എയർപോർട്ട് അകത്തുനിന്ന് തന്നെ ട്രെയിൻ എടുത്ത് കോലാലംപൂർ സിറ്റിയിലേക്ക് പോവാം. ഇതൊരു ഓപ്ഷൻ. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ലഗേജ് ഒക്കെ ഉണ്ടെങ്കിൽ നേരെ എക്സിറ്റിലേക്ക് പോവാം. അവിടെ നിങ്ങൾ വരുമ്പോൾ തന്നെ ഗ്രാബ് എന്ന് പറഞ്ഞ ആപ്പിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കാണും. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ ഇൻഫർമേഷൻ ചോദിക്കുക എവിടെയാണെന്ന്. കാരണം അത് ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ എനിക്കൊന്ന് ലെവൽ 1 to 4 കണ്ടാന്ന് തോന്നുന്നു. ഗ്രാബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഊബർ, അതിൻ്റെ ടാക്സി സ്റ്റേഷൻ. സോ നേരെ അങ്ങോട്ട് പോവാം, ഫോണിൽ കൂടെ ബുക്ക് ചെയ്യുക. ആൻഡ് നേരെ നമുക്ക് ഭയങ്കര അഫോർഡബിൾ ആണ്. നമുക്ക് സിറ്റിയിലേക്ക് പോവാം. 4 പേരൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പോകുന്നതായിരിക്കും ലാഭം. നല്ല കിടിലൻ മോഡേൺ എയർപോർട്ടാണ് കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്തു. എക്സിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ സിം കാർഡിൻ്റെ സ്ഥലം കാണാം. നിങ്ങൾ വന്നിട്ട് ഏറ്റവും ചീപ്പായിട്ടുള്ളത് നോക്കിയെടുക്കും. ഏതെടുത്താലും കുഴപ്പമില്ല. ടൂറിസ്റ്റ് എമൗണ്ട് ഒരു ആവറേജ് ഒരു 7 daysക്കൊക്കെ എനിക്ക് ഒരു 700-800 rupees വരുന്നത്. കറൻസി എയർപോർട്ടിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഇവിടെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ ഇവിടെ ബർഗർ കിങ്ങും അങ്ങനത്തെ കുറേ സംഭവം ഉണ്ട്. പക്ഷേ ഏറ്റവും അഫോർഡബിൾ സ്ഥലം കാണിച്ചു തരാവേ. ഗാർഡൻ എന്ന് പറഞ്ഞാൽ ലെവൽ 2 ഓഫ് ടെർമിനൽ 1 ഒരു ഫുഡ് കോർട്ട് ഉണ്ട്. ഇതിൻ്റെ അകത്ത് സ്റ്റാർബക്സ് തൊട്ട് സാധാരണ ലോക്കൽ ഫുഡ്സ്, നമ്മുടെ ഒരു മോളിലെ ഫുഡ് കോർട്ട്. സോ വളരെ അഫോർഡബിൾ രീതിയിലുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഓൾഡ് ടൗൺ എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്റ്റാർബക്സ് പോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള കോഫി ഷോപ്പാണ്. അല്ലാതെ റൈസ്, എനിക്കത് ചിലപ്പോൾ ഇന്ത്യൻ ഫുഡും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടും. സോ അഫോർഡബിൾ ആയിട്ട് കഴിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. കാണിക്കാതെ എങ്ങനെ തുടങ്ങും അല്ലേ? ബാക്കി എല്ലാവരും ക്രോസോന്തും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചപ്പോൾ ഞാൻ ഒരു നൂഡിൽസ് വിത്ത് ഹണി ബാബക്യൂ ചിക്കൻ അത് കണ്ടപ്പോൾ തന്നെ അവിടെ തൂങ്ങിക്കിടക്കുന്ന കാണാൻ തന്നെ ഭയങ്കര കൊതി. നൂഡിൽസും ഇത് പ്രോപ്പർ ഒരു മലേഷ്യൻ അറ്റ്ലീസ്റ്റ് ഒരു ചൈനീസ് മീല്. അമ്പോ പ്രിയ മിസ് ചെയ്ത് പ്രിയ ക്രോസോണിലൊക്കെ കഴിച്ചിട്ട് ഇത് നോക്കുന്നത് നൂഡിൽസും ഹണി ചിക്കൻ അടിപൊളി. ഇത് ഞാൻ കുളിച്ചതല്ല, വേർത്ത് കുളിച്ചതാണ്. കാരണം നമ്മുടെ ലഗേജിൻ്റെ ഫുൾ ടെൻഷനായിരുന്നു. ഞാൻ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ അലിബാബയുടെ ബാബുക്കയുടെ ഹോട്ടൽ അലിബാബ ഇവിടെ സിറ്റിയിലുണ്ട്. സോ ഞാൻ വെച്ച് നമ്മുടെ ലഗേജ് കയറിയില്ലെങ്കിൽ വലിയ പെട്ടികൾ അവിടെ കൊടുത്തിട്ട് പോവാമെന്ന്. പക്ഷെ ഭാഗ്യത്തിന് ചെറിയ കാറാണെങ്കിലും ഭയങ്കര വലിയ മനസ്സാണ്. എന്നെ പോലെ എനിക്ക് വലിയ ശരീരവും വലിയ മനസ്സാണ്. പക്ഷെ കാറിന് ചെറിയ ശരീരവും വലിയ ഡിക്കിയാണ്. പക്ഷെ കാറിൽ ഡിക്കിതേ ഇത്രയും നിങ്ങൾ കാണുകയുള്ളൂ. പക്ഷെ നമ്മുടെ എല്ലാം 2 വലിയ പെട്ടി, 3 ചെറിയ പെട്ടി. അയ്യോ, അത് ഫ്ലൈറ്റിൽ പോലും കയറാത്ത സാധനം ഇതിൽ കയറി ഭയങ്കരമായിട്ട്. അതുകൊണ്ട് സമയം ലാഭിച്ചു. നേരെ നമ്മൾ പോകുന്നത് കാമറൂൺ ഐലൻഡ്സ്. ആരെ ഹെൽപ്പ് ചെയ്തു? കണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്തത് തള്ളി. ഓക്കെ, അപ്പൊ നമ്മുടെ ജേർണി തുടങ്ങാം ടു കാമറൂൺ ഐലൻഡ്സ്. ഓക്കെ, സോ വെൽക്കം ടു മലേഷ്യ. റെന്റ് കാറിന്റെ ഡീറ്റെയിൽസ് ഞാൻ ക്ലൂക്ക് എന്ന് പറഞ്ഞ ആപ്പ് വഴി ബുക്ക് ചെയ്താൽ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമുക്ക് എളുപ്പത്തിൽ ഓടിക്കാം, കാരണം റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് കേട്ടോ വണ്ടി. ഇവിടുത്തെ പെട്രോളിന്റെ വില, ഡാഡി പെട്രോളിന്റെ വില എത്രയാണെന്നറിയോ? പെട്രോളിന്റെ വില 1 ലിറ്ററിന് 38 രൂപ. നമുക്കൊരു 2000 കിലോമീറ്റർ വെറുതെ ഓടിച്ചാലോ? അത്ര വില കുറവ്. 2 റിംഗറ്റ്. നാട്ടിലത്തെ 38 രൂപ, ലിറ്ററിന് 20 റിംഗറ്റ്. സോ 20 റിംഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 റിംഗറ്റ് 18 രൂപ. അപ്പൊ ആലോചിച്ച് നോക്ക് എന്ത് ചീപ്പാന്ന്. മലേഷ്യയിൽ ഡ്രൈവ് ചെയ്യാനും ഭയങ്കര അടിപൊളി
അടിപൊളിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഫ്യൂൽ കോസ്റ്റ് കുറവാണ്, റോഡ്സ് അടിപൊളിയാണ്, റൈറ്റ് ആൻഡ് ഡ്രൈവ് ആണ്, ഹൈവേസ് വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. നമുക്ക് എല്ലാ പെട്രോൾ പമ്പിലും ഇതുപോലെ ഒരു ടച്ച് ആൻഡ് ഗോ കാർഡ് കാണും. ഇതിൽ പൈസ ലോഡ് ചെയ്തിട്ട് നമുക്ക് ടാപ്പ് ചെയ്ത് പോകാം, നമ്മുടെ ഫാസ്റ്റ് ടാഗ് പോലെ. സോ ഇറ്റ്സ് വെരി കൺവീനിയൻറ്റ്. ഒരു 4 hours നമ്മൾ അവിടെ ഡെസ്റ്റിനേഷൻ എത്തുന്നതായിരിക്കും. ബ്യൂട്ടിഫുൾ ഡ്രൈവ്, നല്ല നല്ല കാഴ്ചകൾ കണ്ട ഞാൻ ഡെഫിനറ്റ്ലി നിങ്ങളെ കാണിച്ചു തരാം. സോ വി ആർ ഗോയിങ് ടു ദ മൂന്നാർ ഓഫ് മലേഷ്യ. ഞങ്ങൾ ജസ്റ്റ് മലേഷ്യ സിറ്റിയിലേക്ക് കയറാൻ പോവാണ്. എനിക്കൊന്ന് ആ വഴിയായിരിക്കും നമുക്ക് പോകേണ്ടത്. എന്തൊരു കിഡിലൻ സിറ്റി, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ മലേഷ്യ. ഭയങ്കര ഒരു അടിപൊളി സിറ്റിയാണ്, ഭയങ്കര ഒരു കോസ്മോപൊളിറ്റൻ മോഡേൺ സിറ്റി, പക്ഷെ അഫോർഡബിൾ ആണ്. കിഡിലൻ കാറും പോകും. രണ്ടാമത്തെ ഒരു ബ്രേക്ക് എടുത്തു. സത്യം പറഞ്ഞാൽ ഡ്രൈവിംഗ് ആക്ച്വലി ബോറിംഗ് ആണ്. ഇങ്ങനെ നല്ല റോഡ്സ് കിടക്കുവാണ്. ഇന്നലെ അധികം ഉറങ്ങിയിട്ടില്ലല്ലോ, ഫ്ലൈറ്റിൽ ആ 3-4 മണിക്കൂർ ഉറങ്ങിയുള്ളൂ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉറക്കം വരും. ഉറക്കം വന്നു എന്നറിഞ്ഞാൽ അടുത്ത പെട്രോൾ പമ്പിൽ നിർത്തിയിട്ട് നമുക്ക് റോഡ് സൈഡിലോ അങ്ങനെ നിർത്താൻ പാടില്ല. പക്ഷെ ഇവിടെ കണ്ടൊരു അമേസിങ് കാര്യം എന്നറിയോ, ഇടയ്ക്കിടയ്ക്ക് ഷെൽട്ടേഴ്സ് ഉണ്ട്, നമ്മുടെ ബസ് സ്റ്റാൻഡ് പോലെ. അത് ഈ ബൈക്കുകാർക്ക് മഴ വന്നാൽ ഒതുക്കി നിർത്താനുള്ള സ്ഥലമാണ്. അങ്ങനെയാണ് രാജ്യങ്ങൾ അവരുടെ സിറ്റിസൻസിനെ കെയർ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ ഒരു നമുക്ക് കിട്ടാത്ത കാര്യമല്ലേ അത്. സോ ഇറ്റ്സ് ലൈക്ക് എ ബിഗ് തിങ്. അപ്പോൾ ഞാൻ ഷെല്ലിൻ്റെ പെട്രോൾ പമ്പിലാണ്, വെറുതെ ഒന്നും കൂടെ ഫുൾ ടാങ്ക് അടിച്ചിട്ടു. അപ്പോൾ എന്തായാലും ഇത് ഷെല്ലിൻ്റെ പെട്രോൾ പമ്പാണ്, നല്ല ബാത്റൂംസ് ഒക്കെയാണ്. അപ്പോൾ എന്തെങ്കിലും ലൈറ്റായിട്ട് കുടിച്ച് കഴിച്ചിട്ട് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാം കാമറൂൺ ഐലൻഡ്സിലേക്ക്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ കാമറൂൺ ഐലൻഡ്സ്? നോക്കിക്കേ ഇവരുടെ പെട്രോൾ പമ്പ് എല്ലാവരും കറക്റ്റായി ഒതുക്കി. ഞാൻ കാർഡ് വെച്ചാണ് പെട്രോൾ അടിക്കുന്നത്, നമ്മുടെ സാധാരണ കാർഡ്. ഹെൽപ്പ് വേണമെങ്കിൽ ഇവർ വരും, ഇല്ലെങ്കിൽ നമ്മൾ തന്നെ പെട്രോൾ പമ്പിൽ പോയി നമ്മുടെ കാർഡ് ടാപ്പ് ചെയ്ത് എത്ര എമൗണ്ടിന് അടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അടിക്കാം. ഷെല്ല്, പെട്രോണാസ് എല്ലാം നല്ല അടിപൊളി പെട്രോൾ പമ്പ്സ് ആണ്. ആൻഡ് നല്ല വലിയ കൺവീനിയൻസ് സ്റ്റോഴ്സ് ഉണ്ട്. സോ ഐസ്ക്രീംസും ജ്യൂസസ്, അല്ലെങ്കിൽ നമുക്ക് മൈലോ, മലേഷ്യയുടെ മെയിൻ ഡ്രിങ്ക് മൈലോ ആണ്. ഞാൻ എന്തായാലും ഒരു കോൾഡ് കോഫി എടുക്കാം. അല്ലാതെ ഇവിടെ കഫേയും ഉണ്ട്, ഹോട്ട് ഡോഗ്സും, അതൊക്കെ എല്ലാത്തിനും. എനിക്ക് ആക്ച്വലി അബ്രോഡ്, എസ്പെഷ്യലി ഏഷ്യൻ കൺട്രീസിൽ പോയി ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ ഇതാണ്. തായ്ലൻഡ് ആണെങ്കിൽ 7-Eleven, ഇവിടെ ആണെങ്കിൽ ഇതുപോലത്തെ കിഡിലൻ ഐസ് കോഫീസും ചീസ് ബൺസും ചിക്കൻ്റെ ചിപ്സും കണ്ട ചിക്കൻ ചിപ്സ്, ഇതൊക്കെ എന്തൊക്കെ കഴിക്കാനുണ്ട്. ഒരു വയറും ഉണ്ട്, ഞാനും ഉണ്ട്, ഒരു ദിവസമായിട്ടുള്ളൂ. സോ എന്തായാലും ഇത് കഴിച്ച് നമുക്ക് കാമറൂൺ ഐലൻഡ്സിലേക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. കോസ്റ്റ കോഫിയുടെ വെൻഡിങ് മെഷീൻ വരെ ഉണ്ട്. ദിസ് ഈസ് ലൈക്ക് ലക്ഷറി ഗൈസ്, സോ അഫോർഡബിൾ. 180 rupees ഒക്കെയാണ് ക്യാപ്പുച്ചീനോയ്ക്കൊക്കെ. കോസ്റ്റ കോഫിയുടെ അത് ആലോചിക്കുക. ഭംഗിയാ നോക്കും മലേഷ്യ. ശരിക്കും എനിക്ക് കാണുമ്പോൾ എന്താ അറിയോ, ഈ പാം ഓയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥലം മലേഷ്യ എന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇവർ ഭയങ്കര വെൽത്തി രാജ്യമാണ്. നമ്മുടെ കേരളത്തിന്റെ പച്ചപ്പാണ്. നമ്മുടെ കേരളം ശരിക്കും എങ്ങനെയാവണം, അതാണ് മലേഷ്യ എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം കിഡിലൻ റോഡ്സ്, സൈഡിൽ തെങ്ങിന് പകരം കുറെ പാം ഓയിൽ, പാം ട്രീസ്. സോ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. പക്ഷെ ഭയങ്കര എന്താ പറയുക, ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ഒക്കെ ഭയങ്കര അഡ്വാൻസ് ആണ്. നമ്മുടെ കേരളം ഭാവിയിൽ ഇങ്ങനെ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇപ്പൊ ഹൈവേന്ന് എക്സിറ്റ് ചെയ്ത് കാമറൂൺ ഐലൻഡ്സിലേക്ക് കയറുന്ന പോലെ എന്ന് പറയുമ്പോൾ നമ്മുടെ മൂന്നാറിലേക്കൊക്കെ കയറുന്ന പോലെ ഇതൊന്ന് എയർപിൻസ് വല്ല ഉണ്ടോന്ന് അറിയില്ല. ശരിക്കും നമുക്ക് കേരളത്തിന്റെ ഫീൽ ആവുന്നത് ഇപ്പൊ. റോഡ്സ് ആണെങ്കിലും അതുപോലെ നമ്മുടെ സറൗണ്ടിങ്സ് ആണെങ്കിലും എല്ലാം. പക്ഷെ ഭയങ്കര നല്ല ക്വാളിറ്റി റോഡ്സ്, 2 lane റോഡ്സ് ആണേ ഉള്ളൂ. എന്നിട്ടും ഇവിടുത്തെ ആകെക്കൂടെ ഒരു കാര്യം, 1000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് പെട്രോൾ ഇപ്പോഴും ഫുള്ളി തന്നെ കിടക്കുവാണ്. ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ ഫുൾ ട്രിപ്പിന് 1000 രൂപ ധാരാളമായിരിക്കും കേട്ടോ, 600-700 കിലോമീറ്റർ ഓടാൻ. നമുക്കിത് ബ്യൂട്ടിഫുൾ നോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കാമറൂൺ ഹൈലൻഡ്സ്, അല്ലെങ്കിൽ വന്നിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് മലയാളത്തിലൊന്നും ഞാൻ കാര്യമായിട്ട് കണ്ടിട്ടില്ല. വഴിയോരൊക്കെ നമ്മുടെ മൂന്നാറൊക്കെ പോകുന്ന വഴിക്ക് വാട്ടർഫോളിലൊക്കെ ഉള്ള സ്ഥലങ്ങളിലുള്ള സെയിം സംഭവം, ടോയ്സും. പക്ഷെ ഇവിടെ കുറച്ച് മറ്റേ ബാംബൂന്റെ സാധനങ്ങള്, പിന്നെ ഇതുപോലത്തെ ബ്രെഡ് സാൻഡ്വിച്ച്, ബ്രെഡ് ഓംലെറ്റ്, വാട്ടർഫോളും ഉണ്ട്. അപ്പൊ പക്ക മൂന്നാറ് അത് തന്നെ കേട്ടാ, മൂന്നാറ് തന്നെ. എനിക്ക് അതാ തോന്നുന്നത് കേട്ടാ, നമ്മള് ഓടിച്ചോടിച്ച് അറിയാതെ മൂന്നാർ എത്തി. ശരിക്കും അതുപോലെ ഇല്ലേ? ഇത് മൂന്നാറ് തന്നെ, ഇത് മൂന്നാറ് തന്നെ. നമ്മള് ശരിക്കും വഴി മാറി വന്നത് മുരുകൻ കോയില്. ഇത് ചെറിയൊരു ടൗൺ ആണ്, മലേഷ്യയിലെ മൂന്നാർ. അതെ, നാട്ടിലെ മൂന്നാർ പോലെ തന്നെ. നമ്മൾ ഇത്രയും യാത്ര ചെയ്തിട്ടും ഇതൊക്കെ കണ്ട ചെറിയ നമ്മുടെ ടൗണിലൊക്കെ എത്തുമ്പോൾ ഉള്ള ഒരു സംഭവം പോലെ ആണ് വന്നിരിക്കുന്നത്. വലിയ ബാട്ടു കേവ്സ് അതൊക്കെ നമ്മൾ പോയിട്ടുണ്ടല്ലോ. ഇത് കണ്ട, ഇത് ചെറിയൊരു ടൗൺ ഓൺ ദ വേ ടു അവർ മെയിൻ ഏരിയ. നമ്മൾ മെയിൻ ഏരിയയുടെ പേരാണ് തന്നാരാത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അതിന്റെ പോകുന്ന വഴി ഇനി ഇവിടുന്ന് ഒരു 20 കിലോമീറ്ററും കൂടെ ഉള്ളൂ. നോക്ക് പ്രിയ, പക്ക ഒരു യൂറോപ്യൻ ഫീലില്. ബിൽഡിങ്സ് ആണെങ്കിലും ഏരിയ ആണെങ്കിലും ഓപ്പൺ ലോണ്. നമ്മൾ എത്തി കേട്ടാ, സ്ഥലം എത്തി. നല്ല എക്സോസ്റ്റിംഗ് ഡ്രൈവാണ്. കാരണം
ഹൈവേ സൂപ്പറാണ്. പിന്നെ നമ്മുടെ മൂന്നാറിനെയും കാട്ടി നാരോ റോഡ്സ് ആണ്. വീക്കെൻഡ് ആയതുകൊണ്ട് അത്യാവശ്യം ട്രാഫിക്കും ഉണ്ടായിരുന്നേ. പക്ഷേ ഇത് തന റോഡ് എന്ന് പറഞ്ഞ ഒരു ടൗൺ ആണ്. ഇവിടുന്ന് ഒരു 4 കിലോമീറ്റേഴ്സും കൂടെ മാറിയാണ് ഞങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലം. പക്ഷേ ഈ ഭാഗം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു യൂറോപ്യൻ ഫീലാണ്. ഇത് മലേഷ്യ നമ്മുടെ മനസ്സിലേ കാണില്ല എങ്ങനെയാണ് മലേഷ്യ എന്ന്. ഞാൻ കാണിച്ചു തരാം. ശരിക്കും ഒരു യൂറോപ്യൻ ടൗണിലുള്ള ഒരു ലാൻഡ്സ്കേപ്പ് പോലെയാണ് മൊത്തം ഇവിടെ വെച്ചിരിക്കുന്നത്. ഫുഡ് പാർട്സ് ആൻഡ് ഓൾ ഇസ് റിയലി നൈസ്, റിയലി ക്ലീൻ. കുറേ ചെറിയ ചെറിയ ഷോപ്സ്. ഇറ്റ്സ് ജസ്റ്റ് സോ ബ്യൂട്ടിഫുൾ. നല്ല വെതർ, തണുപ്പില്ല പക്ഷെ ഒട്ടും ചൂടില്ല. ബ്യൂട്ടിഫുൾ ലുക്കിംഗ് പ്ലേസ്. ഇഷ്ടംമാതിരി പാർക്കിംഗ് സ്പേസും ഉണ്ട്. ഇതിനൊന്നും പൈസയും കൊടുക്കണ്ട. മലേഷ്യ വന്നിട്ട് ഇന്ത്യൻ ഫുഡ് തന്നെ. ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഇന്ത്യൻ ഫുഡാണ്. ബ്രൂ കോഫി ഇട്ട് മസാല ചായ വരെ ഉണ്ടെന്ന്. ആ ബ്രൂ തൊട്ട് അത് കണ്ടോട്ടെ ഇങ്ങോട്ട് വന്നത്. ഇത് നോക്കിക്കേ, നിങ്ങൾക്ക് ഇന്ത്യൻ ഫുഡിന്റെ അടുത്ത് തന്നെ വേണമെങ്കിൽ തമിഴിൽ വരെ എഴുതി വെച്ച് കാണും. ഇഷ്ടംമാതിരി ഇന്ത്യൻ ഫുഡിന്റെ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. അത് ഇലയിൽ വരെ തരുന്നു. നോക്ക്, അവർ സദ്യ കഴിക്കുന്നു ഉച്ചയ്ക്ക്, വൈകുന്നേരം 6 മണിക്ക്. അതാണ് മലേഷ്യ. മനസ്സിലായാ? ഇത് നമ്മുടെ മൂന്നാറ്. ഞാൻ പറഞ്ഞില്ലേ, വഴിയേച്ച് നമ്മള് വന്നതാ. വല്ല ബർഗറും ഫ്രഞ്ച് ഫ്രൈസ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മലേഷ്യയിലെ മോമോസും മോണ്ടോൺസും ഡംപ്ലിങ്സും സ്റ്റീം ബണ്ണൊക്കെ കഴിക്കാനുള്ളതിന് വന്ന് ഫസ്റ്റ് മീല് ഓണിയൻ പക്കോട നോക്കിക്കേ. ഒരാൾ എത്തിയെടുക്കുന്നത് എന്തേ ബ്രൂ കോഫിയും വരും ഇപ്പൊ. ഇനി സദ്യയും ദോശയും മൂത്തപ്പവും എല്ലാം അത് വെച്ച് നമുക്ക് മലേഷ്യ ആഘോഷിക്കാം. പതപ്പിച്ച ബ്രൂ കോഫി നാട്ടിലത്തെ കാട്ടി നല്ലതായിരിക്കും. അതിന് ഇവർക്ക് 2 മസാല ചായ, അത് വലിയ ഗ്ലാസ്. ഞാൻ എല്ലാത്തിൻ്റെയും റേറ്റ് പറയാം. സോ ദിസ് ഇസ് 60 റുപ്പീസ്, ദിസ് ഇസ് 40 റുപ്പീസ്. ഇതെനിക്ക് ഇതുവരെ തന്നിട്ടില്ല. സോ ഏകദേശം എല്ലാവർക്കും റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ എക്സ്പെൻസീവ്, ഹൗ ചീപ്പ് ഇസ് മലേഷ്യ, അല്ലെങ്കിൽ ഹൗ എഫോർഡബിൾ ഇസ് മലേഷ്യ എന്ന് അറിയാൻ പറ്റുമല്ലോ. ഇവിടുത്തെ ട്രെൻഡ് എന്താ അറിയോ? ഈ റോട്ടി കനായ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമ്മുടെ ഏകദേശം പൊറോട്ട പോലെ. അത് പൊറോട്ടയും അതും ചായയും ഭയങ്കര കോമ്പിനേഷനാണ്. അത് മുട്ടയും ചീസും. ഇത് റോട്ടി കനായ്, മുട്ട ആൻഡ് ചീസ്. ഇത് പ്ലെയിൻ ഒരു പൊറോട്ട 20 രൂപയുടെ അടുത്ത്. ഇതൊരു 40 രൂപ. ഇന്ന് രാത്രി രസമായിരിക്കും. നമ്മുടെ എയർബിഎൻബി ആണല്ലോ, എല്ലാരും ഒരു റൂമിലായിരിക്കും കിടക്കുന്നത്. വലിയ ബെഡ്റൂമില് 4 ബെഡ്, ഒരു ബാത്റൂമും. ഡാഡി ആരും ഉറക്കരുത് ഡാഡി. കൂർക്കമലിയില്ല, അപ്പൊ സുഖമായിട്ട് ഉറങ്ങും അല്ലേ? സൂപ്പർ ആയിരിക്കും പറയാ. ഇങ്ങനെയൊക്കെയല്ലേ ഒരു ഹോളിഡേ എൻജോയ് ചെയ്യണ്ടേ? എല്ലാരും എല്ലാവരുടെ മുറി പോയി കിടക്കുന്നല്ലോ സംഭവം. എങ്ങനെ അറിയാം? ഒരിക്കലും ദില്ലു അങ്ങനെ ഒരു റൂം എല്ലാവർക്കും വേണ്ടി ബുക്ക് ചെയ്യില്ല. അതുകൊണ്ടാ അത്രയും കോൺഫിഡൻസ് ആണ് എന്നെ. ഇപ്പൊ പോകുമ്പോ അറിയാം, നോക്കിക്കോ. റൂം ടൂറൊക്കെ നടത്തുമ്പോൾ അതിൻ്റെതായ ഒരു ലുക്ക് വേണം അല്ലേ? വലിയ റൂമാണ് ഡാഡി. അതൊക്കെ ശരിയായിരിക്കും. അത് ഒരു ബെഡ്റൂം ആയിരിക്കും. അത് തന്നെ. ഗൈസ്, ഞങ്ങൾ സ്റ്റേയുടെ സ്ഥലത്ത് എത്തി. മാജിക്കലാണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇന്ന് തന്നെ കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് കീ ഒക്കെ ഞാൻ എടുക്കുന്ന രീതി കാണിച്ചു തരാം. എയർബിഎൻബി ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു. 626 അവർ കീ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടുന്ന് തന്നെ അവർ പാസ്വേഡ് തരും. അതൊക്കെ വെച്ചിട്ട് തുറക്ക്. നമ്മൾ അവർ ഓണേഴ്സിനെ കാണത്തു പോലും ഇല്ല. നമ്മൾ ഇതിന് കീ എടുക്കും. തിരിച്ചു പോകുമ്പോൾ കീ ഇത് വെച്ചിട്ട് ലോക്ക് ചെയ്ത് പോകണം. അത്രേ ഉള്ളൂ. ഇനി അപ്പാർട്ട്മെന്റിലേക്ക് പോട്ടെ. പറ്റിപ്പോയി തോന്നുന്നു, മിസ്റ്റേക്ക്. എയർബിഎൻബിയുടെ ലുക്കൊക്കെ കണ്ടിട്ട് മതിലിന്റെ ഒക്കെ ലിഫ്റ്റിന്റെ ഒക്കെ 3 ദിവസം ഉണ്ട് കേട്ടല്ലോ ഇവിടെ. എനിക്ക് തോന്നുന്നു ശരിക്കും റെസിഡൻഷ്യലും കൂടിയാണ്. പിന്നെ അതുപോലെ എയർബിഎൻബിയും കൂടെ കൊടുക്കുന്ന ഒരു അപ്പാർട്ട്മെന്റ് ആണ്. ഒരു നടുക്കൊരു സെന്റർ കോട്ടിയാടൊക്കെ വെച്ച് അത്യാവശ്യം ഒരുപാട് അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പാർട്ട്മെന്റ് 622 ആൻഡ് ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. സൂപ്പർ. എന്തോ ഒരു വലിയ ഫാമാണ് കേട്ടോ. അതൊക്കെ നമുക്ക് നാളെ എക്സ്പ്ലോർ ചെയ്യാം. പക്ഷെ നല്ല ആ കോട്ടേജ് ഒക്കെ നോക്ക്, അടിപൊളി. വെൽക്കം ടു കാമറൂൺ ഐലൻഡ്. സോറി, റൂം ചെറുതായി പോയി അല്ലേ? അപ്പാർട്ട്മെന്റ് ചെറുതായി പോയി, പഴയതായി പോയി. പഴയതൊന്നുമല്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. 3 ബെഡ്റൂം ഉണ്ട്. അതെന്തിനാന്നറിയോ? പറഞ്ഞ ഇത്രയും കപ്പിൾസ് ഉണ്ടല്ലോ, അടി പിടിച്ച ഒരാൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ. സോ ഇതില് വളരെ റേറ്റ് കുറഞ്ഞത് തൊട്ട് എക്സ്പെൻസ് വരെ ഉണ്ട്. നമ്മുടെ ആക്ച്വലി ഇറ്റ്സ് ഓക്കെ. 15,000 റുപ്പീസേ ഉള്ളൂ 3 ദിവസത്തേക്ക്. ഇത്രയും റൂംസിന് 15,000. 8,000 തൊട്ടുള്ളതുണ്ട്. പക്ഷെ ഇത്രയും നല്ലതായിരിക്കില്ല, കാരണം ബിൽഡിംഗ് പഴയതായതുകൊണ്ട്. ആൻഡ് ദിസ് ഇസ് ഡിസ്നി തീം.
കണ്ട അതെ ഡിസ്നി ടീമാണ് അത് ഡിസ്നി വോൾട്ട് ഡിസ്നിക്കുള്ള ഡെഡിക്കേഷൻ ആണ്. അപ്പൊ റൂം ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുക നമ്മുടെ സ്റ്റേ ഒക്കെ. ഡൈനിങ് ടേബിൾ ഇവിടെ, ഒരു വിസിറ്റിംഗ് ഏരിയ, സോഫ, ടിവി കാര്യങ്ങളൊക്കെ ഉണ്ട്. എവിടെ നോക്കിയാലും ഡിസ്നി ആണ്. ഡിസ്നി, മിക്കി മൗസ്, പിന്നെ ചെറിയ ചെറിയ ലാംസ് എല്ലാം വെച്ച് അവർ ഭയങ്കര എസ്തെറ്റിക് ആയിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു കിച്ചൺ ഉണ്ട് അവിടെ, കാര്യമായിട്ടൊന്നുമില്ല, ചെറിയൊരു കിച്ചൺ. എനിക്കൊന്നും കെറ്റിലിന് വെച്ച് മാത്രമാണ് ഇല്ല. അതെ. പിന്നെ നല്ലൊരു വലിയ ലിവിങ് ഏരിയ ആണ്. പിന്നെ 3 ബെഡ്റൂം. ആ ബെഡ്റൂമിന്റെ ബെഡോ ഇതുവരെ ഇത്രയും വലിയ ബെഡ് അതെ നമുക്ക് വലിയ ബെഡ്. അതുപോലെ തന്നെ ഇവിടെ ചെറിയ ബാത്റൂം, പക്ഷെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. അവർ സെപ്പറേറ്റ് ബാത്റൂം സ്ലിപ്പേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയുണ്ട് ഡാഡി? നിങ്ങളെന്താ ഓടിക്കളിക്കണോ റൂമിൽ നിന്ന് റൂമിലേക്ക്? ഇതാ കുറച്ചുകൂടെ നല്ലത് എനിക്ക്. രണ്ട് കണ്ട അടി തുടങ്ങി ഓൾറെഡി. ഇതൊക്കെ വലിയ മിക്കി മൗസ് തീം. അതല്ല, എനിക്ക് പ്ലഗ് കുത്താനുള്ള ഇത് വേണ്ട. ഇതിലും അറ്റാച്ച് ബാത്റൂം ആണ്. ഇത് 2 സിംഗിൾ ബെഡ് പോലെ, അത് നോർമൽ ബാത്റൂം. സെയിം തന്നെ. ഇത് ഫാന് നടക്കാം, മറ്റേത് വാൾ ഫാന്. എന്തൊക്കെ നോക്ക്. ഇനി തേർഡ് ആയിട്ട് ഫൈനലായിട്ട് വേറൊരു ബെഡ്റൂം കൂടി ഉണ്ട്. സോ എന്തൊരു ലാവിഷ് സ്പേസ് അല്ലേ. അതിന്റെ മെയിൻ തിങ് എന്താ അറിയോ? ഇതിന്റെ കണക്റ്റഡ് അല്ലെങ്കിൽ തൊട്ടടിയിലാണ് ഇവിടുത്തെ എന്റർടൈൻമെന്റും എല്ലാം ഉള്ള മോൾ. ആൻഡ് ഫൈനലി ഒരു നല്ല ബാൽക്കണി വിത്ത് ദ ബെസ്റ്റ് വ്യൂ. കാരണം കോർണർ അപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് നല്ല വ്യൂ ആയിരിക്കും. ബാൽക്കണി എന്നുള്ള വ്യൂ നോക്കും, ഒരു വലിയ ഗാർഡൻ ആണ്, എന്തോ ഫാം ആണത്. ആൻഡ് സൈലൻസ്, പ്യുവർ സൈലൻസ്, ബട്ട് ഇൻ ദ ഹാർട്ട് ഓഫ് ദ സിറ്റി. സൂപ്പർ ആയിട്ടില്ലേ അല്ലേ? അപ്പൊ ഫസ്റ്റ് ടൈം യു സ്റ്റേയിങ് ഇൻ എ മിക്കി മൗസ് ഹൗസ് അല്ലേ? ഒരു വോൾട്ട് ഡിസ്നി ഹൗസ്. ഡിസ്നി ലാൻഡിൽ പോകാൻ പറ്റിയില്ലെങ്കിലും മലേഷ്യ വന്ന് ഡിസ്നി ഹൗസിൽ നിന്നു. നേരെ നമുക്ക് താഴെ പോവാം. ഇത് നമ്മുടെ അപ്പാർട്ട്മെന്റ്, എമറോൾഡ് അവന്യൂ. തൊട്ട സൈഡിൽ തന്നെ ഇവിടുത്തെ ഏറ്റവും ഹാപ്പനിങ് ആയിട്ടുള്ള മോൾ. ഇത് ബാക്കിൽ നിന്ന് കാണുന്നതുകൊണ്ടാണ് മനസ്സിലാവാത്തത്. സോ വി ആർ ദ റൈറ്റ് ഇൻ ദ സെന്റർ ഓഫ് ദ സിറ്റി. കാരണം ഈ ഒരു ഏരിയ വിട്ട് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ മറ്റേ ടീ എസ്റ്റേറ്റും കാലി സ്ഥലങ്ങളോ. സോ നമുക്ക് കറക്റ്റ് ഇൻ ദ സെന്റർ ഓഫ് ദ സിറ്റി ആണ് കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ അകത്ത് ഭയങ്കര ഫൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബിലീവ് മൂന്നാറിന്റെ പോലത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു മോള്, ഇത്രയും ഫെസിലിറ്റി ഒന്ന് ഇമാജിൻ ചെയ്യാൻ തന്നെ നമുക്ക് പറ്റുമായിരുന്നോ? ഒരു യൂറോപ്യൻ ടൗണിന്റെ ഫീല്, അതിന്റെ കൂടെ ഇത്രയും സൗകര്യങ്ങള്. നോക്ക്, മോളിന്റെ സെക്കൻഡ് ഫ്ലോറിൽ ഓപ്പൺ ഏരിയ. ലുക്ക് അറ്റ് ദോസ് പ്ലേസസ്. സംഭവങ്ങളില്ലേ? സംഭവം അല്ലേ? നോക്ക് ഗൈസ്, ഫുഡ് ട്രക്സ്. ഒരു ലണ്ടന്റെ ഒരു രീതിയിൽ, ലണ്ടന്റെ ഒക്കെ ഒരു ഫീല് തോന്നിക്കുന്നു ഈ ഒരു ഏരിയ ഒക്കെ കണ്ടിട്ട്. ഐ കനോട്ട് ബിലീവ് ദിസ് ഇസ് എ പ്ലേസ് ഇൻ മലേഷ്യ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മലേഷ്യയില് നമ്മുടെ മൂന്നാർ പോലത്തെ സ്ഥലത്ത് ഇത്രയും ഒരു സംഭവം ഇവിടെ ഉണ്ടെന്ന്. വാട്ട് ഈസ് ദിസ്? വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ആക്ച്വലി ട്രൂലി അൺബിലീവബിൾ. ഇത് ഫാസ്റ്റ് ഫുഡ് ചെയിൻസ്, നല്ല റെസ്റ്റോറൻറ്റ്സ്, കിഡ്സിന്റെ പ്ലേ ഏരിയ, ഷോപ്പിംഗ്, ഹൈപ്പർ മാർക്കറ്റ്. എനിക്ക് തോന്നുന്നില്ല ലോകത്ത് വേറെ എവിടെയെങ്കിലും ഒരു ഹിൽ സ്റ്റേഷൻ, പക്ക ഹിൽ സ്റ്റേഷൻ ലൈക്ക് നമ്മുടെ ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ, തേക്കടി അല്ലാതെ വേറൊരു വലിയ തണുപ്പുള്ള സ്ഥലമല്ല പറയുന്നത്. പ്രോപ്പർ ഹിൽ സ്റ്റേഷനിൽ ഇത്രയും ഫെസിലിറ്റീസും ഇത്രയും എന്റർടൈൻമെന്റും കാണുന്നു. ആൻഡ് എവറിത്തിങ് ഇസ് ഇൻക്രെഡിബിളി അഫോർഡബിൾ. ശരിക്കും എൻജോയ് ചെയ്യും അല്ലേ? എന്തൊരു സ്ഥലം ഇത്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്നറിയോ? സാധാരണ ഹിൽ സ്റ്റേഷൻസിൽ നമ്മൾ രാത്രിയൊക്കെ കഴിയുമ്പോൾ തിരിച്ച് റൂമിൽ വരും. ഇത് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അല്ലേ? I can't believe this is too much guys. It's like a dream world in Malaysia. ഇവിടേക്കോ വിളിച്ചോണ്ട് പോകുന്നുണ്ട് കേട്ടാ, ബാബാ എന്ന് പറഞ്ഞ. ഇവിടെ കൊറേ സംഭവങ്ങളുണ്ട് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനായിട്ട്. ലൈറ്റാണ്, മേളിലെത്താൻ നോക്കാം. ഇത് നമ്മളെ പൈസ കളയുന്ന സാധനം. മേളിൽ വന്നത് നമ്മുടെ ക്ലോ മെഷീനാണ്, പണി തരുന്ന സാധനം. ഇത് വേണ്ട വേദം അപ്പയമ്മയും തുടങ്ങിയാൽ പിന്നെ പൈസ തരുന്നവരെ കളിച്ചോണ്ടിരിക്കുമ്പോ. ഇവിടെ ഇല്ലാത്തത് ഒന്നുമില്ല. 7-Eleven വരെ ഉണ്ട്. ഏറ്റവും അറ്റത്ത് 7-Eleven. ചിമ്മിണി കേക്ക്, ചോക്ലേറ്റ് ചിമ്മിണി കേക്ക്. എന്ത് വേണം? ആദ്യമേ ഡിന്നർ കഴിക്കാം, പിന്നെ നോക്കാം.
എനിക്കൊന്നും ചിലതൊക്കെ 24 hours 7-11 ഒക്കെ അതുണ്ട്. ഇവിടെ ബ്രൂ ഹൗസ് ഉണ്ട്, ബിയർ വേണമെങ്കിൽ അങ്ങനെ, ലൈക് പബ്സ് വേണമെങ്കിൽ അങ്ങനെ, 7-11 വേണമെങ്കിൽ അത്, പിസ്സാസ് വേണമെങ്കിൽ അത്. ഇതൊന്നുമല്ല, നിങ്ങൾക്ക് ഐസ്ക്രീം വേണമെങ്കിൽ ബാസ്കിൻ റോബിൻസ്, ബർഗർ കിങ്, തൊട്ടപ്പുറത്ത് ബർഗർ കിങ് കേട്ടാ, എവിടെ ബർഗർ കിങ്. അതല്ലെങ്കിൽ നല്ല കോഫി, സ്റ്റാർബക്സ് പോലത്തെ ഒക്കെ വേണമെങ്കിൽ കോഫി ബീൻ. ഇറ്റ് ഹാസ് എവറിത്തിങ് ആൻഡ് ഓൺ ദ മെയിൻ റോഡ് തന്നെയാണ്. പ്രശ്നം എന്താ അറിയോ, എവിടെയും ഇരിക്കാൻ സ്ഥലമില്ല. ഞങ്ങൾ അരമണിക്കൂറായി നടക്കുന്നു, എല്ലാ സ്ഥലവും പാക്ഡ് ആണ്. ആൾക്കാർ ഇവിടെയൊക്കെ ഇരുന്നാണ് കഴിക്കുന്നത്. അതുകൊണ്ട് മിക്കവാറും ഞങ്ങൾ എന്തെങ്കിലും വാങ്ങി ഫ്ലാറ്റിലേക്ക് പോകേണ്ടി വരും. സോ ക്രൗഡഡ്. ഇത് നോക്ക്, ഒരു ഇവിടെയെങ്കിലും ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചാൽ അതുപോലും നടക്കുന്നില്ല. പക്ഷെ വൈബാണ്. വീക്ക് ഡേ വന്നാൽ ചിലപ്പോൾ സൂപ്പർ ആയിരിക്കും. വീക്കെൻഡ് അടിപൊളിയാണ്, ക്രൗഡിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നമ്മളിവിടുത്തെ ഫാമിലി മാർട്ട് 7-11 പോലത്തെ സ്ഥലത്ത് കയറി. ഇവിടെയും ഭയങ്കര തിരക്കാണ്. പക്ഷെ എന്ത് ഡെക്കഡന്റ് നോക്കി, ഇത് ചീസും റൈസും ക്രിസ്പി ചിക്കനും ആയിട്ടുള്ള സംഭവം. ഇവിടെ പ്രോൺസ്, എഗ്, റൈസ്, സാൻഡ്വിച്ചസ്, ഡിസേർട്സ്, ഡ്രിങ്ക്സ് എല്ലാം ഉണ്ട് ഇവിടെ. മാച്ച, അതെ അതൊക്കെ പ്രിയ എടുത്തിട്ടുണ്ട്. വേറൊരു സ്പെഷ്യൽ സാൻഡ്വിച്ച്, മാംഗോ ആൻഡ് ക്രീം ചീസ്, കണ്ട സാൻഡോ. ഇതൊക്കെ ജാപ്പനീസ് സംഭവമാണ്. അപ്പോൾ പൊളിക്കും അല്ലേ? ഇത് നോക്ക് എന്തൊരു ടേസ്റ്റാണ്. കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയില്ലേ, ചീസും റൈസും ഭയങ്കര കോമ്പിനേഷനാണ്. ഗൈസ്, ബാക്ക് ടു അവർ ഡിസ്നി ഹോം. അടിപൊളി സ്ഥലമാണ്. ഇറ്റ്സ് ട്രൂലി ആൻഡ് ഹിഡൻ ജെം എന്ന് പറയില്ല. നമ്മുടെ മലയാളീസിന്റെ ഇടയിൽ ചിലപ്പോൾ ഹിഡൻ ജെം ആയിരിക്കും. പക്ഷെ കാമറൂൺ ഐലൻഡ്സ് ഇനി നിങ്ങൾ കിടക്കുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ കണ്ടത് ഇന്നൊന്ന് വന്നല്ലേ ഉള്ളൂ. സോ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ കാമറൂൺ ഐലൻഡ്സ് ഇങ്ങനത്തെ ഒരു സംഭവം എന്ന് കാണിച്ചുള്ളൂ. ഇനി ഇവിടുത്തെ ബ്യൂട്ടി കാണിക്കാറുണ്ട്. ടീ ഗാർഡൻസും ഫ്ലവർ പാർക്സും ഫാംസും അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. സോ എന്തായാലും അതൊക്കെ ആയിട്ട് നമ്മൾ ഒരു അടിപൊളി വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. കാമറൂൺ ഐലൻഡ്സ് നിങ്ങളുടെ ഐറ്റ്നറിയിൽ വെച്ചോ കേട്ടോ, മലേഷ്യൻ ഐറ്റ്നറിയിലേക്ക്. സോ എന്തായാലും അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ. നല്ല വെതറും, ഫാൻ പോലും വേണ്ട ഇപ്പൊ രാത്രി.